വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. SSLC ബയോളജി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് മോണോഹൈബ്രിഡ് ക്രോസും അതുപോലെ തന്നെ ഡൈഹൈബ്രിഡ് ക്രോസും ഒക്കെ. മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ മെൻഡലിൻ്റെ കണ്ടെത്തലിനനുസരിച്ച് മാതൃസസ്യങ്ങളെ ഒരു മോണോഹൈബ്രിഡ് ക്രോസിന് വിധേയമാകുമ്പോൾ നമുക്ക് പുതിയൊരു സസ്യം കിട്ടും. നമുക്കതൊന്ന് പഠിച്ചു നോക്കാം. മാതൃസസ്യമാണ് ക്യാപിറ്റൽ ജി, സ്മോൾ ജി. ഒരേ ഗുണങ്ങളുള്ള രണ്ട് സസ്യങ്ങൾ, അതായത് പച്ച നിറത്തിലുള്ള ഫലം, മഞ്ഞ നിറത്തിലുള്ള ഫലം, അങ്ങനെയുള്ള രണ്ട് സസ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബീജകോശങ്ങളാണ് ക്യാപിറ്റൽ ജി, ഇതിൻ്റെ ആണെങ്കിൽ സ്മോൾ ജി. അപ്പോൾ ഇത് ചേരുമ്പോൾ മോണോഹൈബ്രിഡ് ക്രോസിന് വിധേയമാകുമ്പോൾ ഒരു ക്യാപിറ്റൽ ജി, സ്മോൾ ജി. ഇതിൻ്റെ ഗുണം എന്താണ്? പച്ച നിറത്തിലുള്ള ഫലം. ഗുണത്തിൽ നമുക്ക് കിട്ടുന്ന സസ്യം എന്താണ്? പച്ച നിറത്തിലുള്ള ഫലമാണ് കിട്ടുന്നത് F1 തലമുറയിൽ. ഇതിൻ്റെ ഫീനോടൈപ്പാണ് പച്ച, ജീനോടൈപ്പാണ് ക്യാപിറ്റൽ ജി, സ്മോൾ ജി എന്നിങ്ങനെ F1 തലമുറയിൽ കിട്ടിയിരിക്കുന്നത്. ഇത്രയൊക്കെയാണ്. അപ്പോൾ രണ്ട് സസ്യങ്ങളെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ബീജകോശങ്ങളായിട്ട് ക്യാപിറ്റൽ ജി, സ്മോൾ ജി, അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള ഫലമാണ് കിട്ടിയത് ക്യാപിറ്റൽ ജി, സ്മോൾ ജി. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ F1 തലമുറയിലുള്ളതിനെ തമ്മിൽ സ്വപരാഗണം നടത്തുന്നു. ക്യാപിറ്റൽ ജി, സ്മോൾ ജി, അതായത് പച്ച നിറത്തിലുള്ള ഫലത്തിലുള്ളതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്യുന്നു. അതിൻ്റെ ബീജകോശങ്ങളാണ് ക്യാപിറ്റൽ ജി, സ്മോൾ ജി. ഇതിൻ്റെ ബീജകോശങ്ങൾ ക്യാപിറ്റൽ ജി, സ്മോൾ ജി. ഇതിൻ്റെ എന്താണ്? ക്യാപിറ്റൽ ജി, സ്മോൾ ജി. ഇവയെ തമ്മിൽ ക്രോസ് ചെയ്യുന്നു. ഈ ജിയുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത് കിട്ടുന്നു, പച്ച നിറത്തിലുള്ള ഫലമുള്ള സസ്യം കിട്ടുന്നു. വീണ്ടും ഈ ജിയുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വീണ്ടും ക്യാപിറ്റൽ ജി, സ്മോൾ ജി എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള ഫലമുള്ളതിനെയാണ് കിട്ടുന്നത്. വീണ്ടും ഈ ജിയുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ക്യാപിറ്റൽ ജി, സ്മോൾ ജി, പച്ച നിറത്തിലുള്ള ഫലം. അതുപോലെ ഈ ജിയുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള, ഇവിടെ മാത്രം കണ്ടോ വ്യത്യാസം? 2 സ്മോൾ ജി ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് മഞ്ഞ നിറത്തിലുള്ള ഫലമാണ് ഉണ്ടായേക്കുന്നത്. ഇപ്പോൾ നമുക്ക് എന്തോ കിട്ടി? 3 പച്ച, 1 മഞ്ഞ. അതായത് ജി, സ്മോൾ ജി, ക്യാപിറ്റൽ ജി, സ്മോൾ ജി, ഇതൊരെണ്ണം മാത്രം സ്മോൾ ജി. അപ്പോൾ 3:1 എന്ന അംശബന്ധത്തിൽ എന്താണ് ഇവിടെ കിട്ടിയ അംശബന്ധം? 3:1 എന്ന അംശബന്ധത്തിലാണ് ഇവിടെ നമുക്ക് സസ്യത്തെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ക്രോസിംഗ് എന്ന് പറയുന്നത്. മെൻഡൽ ഇത് വെച്ചിട്ടാണ് സസ്യങ്ങളുടെ ഗുണങ്ങളെ ഭാവി തലമുറയിലേക്ക് എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പാരമ്പര്യ സ്വഭാവത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു.